ടോണെ CPM-ന്റെ മുൻ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് ഇപ്പോഴത്തെ പോളിറ്റ് ബ്യൂറോ അംഗം അത് ഇന്നലെ പറഞ്ഞ കണ്ടില്ലേ, എത്ര ലാഘവത്തോടെയാണ് ഈ കേസിനെ കാണുന്നത്. അതായത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടിൽ ED-ക്ക് എന്ത് കാര്യം എന്ന രീതിയിലാണ്. ഇതെങ്ങനെ PMLA-യുടെ പരിധിയിൽ വരുമെന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇന്ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ ചോദിച്ചപ്പോഴും പ്രധാനമന്ത്രിയുടെ പരാമർശം, മുഖ്യമന്ത്രിക്കും മകൾക്കും പങ്കുണ്ട് എന്ന പരാമർശം മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാണിച്ചപ്പോഴും അത് നിയമപരമായി അതിൻ്റെ വഴിക്ക് നീങ്ങട്ടെ എന്ന് യാതൊരു കൂസലുമില്ലാതെയാണ് മറുപടി പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗൗരവം ഇവർക്ക് മനസ്സിലാകാത്തതാണോ, ഇനി മനസ്സിലായിട്ട് ഇങ്ങനെ പൊട്ടം കളിക്കുകയാണോ? ഈ മുഖ്യമന്ത്രിയുടെ ഇന്ന് CPM-ന്റെ ദേശീയ സെക്രട്ടറി പറഞ്ഞ പരാമർശങ്ങൾ മുമ്പ് നമ്മുടെ ഗോവിന്ദൻ മാസ്റ്റർ ഇവിടെ സംസ്ഥാന സെക്രട്ടറിയും പറഞ്ഞതാണ്. ആ പറഞ്ഞ സ്ഥാനത്ത് നിന്നും ഈ കേസ് ഇവിടെ എത്തിയത് ഒരു പൊതുമേഖലാ സ്ഥാപനമായ KSIDC, എനിക്കും ഇപ്പോൾ നമ്മളെ ശ്രമിക്കുന്ന പ്രേക്ഷകർക്കും കേരള സംസ്ഥാനത്തെ ഓരോ പൗരനും അവകാശമുള്ള അധികാരമുള്ള KSIDC ഈ പിക്ചറിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ, ഞാൻ കൊടുത്ത പരാതിയിൽ KSIDC എന്ന് പറയുന്ന ഘടകമില്ലായിരുന്നെങ്കിൽ, കോടതിയിൽ ഞാൻ കൊടുത്ത കേസിൽ KSIDC എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനം ഇല്ലായിരുന്നെങ്കിൽ അദ്ദേഹം പറയുന്നതൊക്കെ നമുക്ക് അംഗീകരിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ എനിക്കും നിങ്ങൾക്കും ഈ എന്നെ ശ്രമിക്കുന്ന മുഴുവൻ ആളുകൾക്കും അവകാശപ്പെട്ട KSIDC-യുടെ പണവും ഇതുവഴി നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഒന്നാമത്തെ കുറ്റം. രണ്ടാം ഘട്ടത്തിലേക്ക് കിടക്കുമ്പോൾ കേരളത്തിന്റെ, ഇതിന് 3 ഘട്ടമാണുള്ളത്. രണ്ടാം ഘട്ടത്തിലേക്ക് കിടക്കുമ്പോൾ കേരളത്തിന്റെ സ്വത്തായ, കേരളത്തിന്റെ ഖനി എന്ന് പറയുന്ന, കേരളത്തിന്റെ സ്വത്ത് എന്ന് പറയാവുന്ന കരിമണൽ നിസ്സാര വിലയ്ക്ക് 10-40,000 കോടി രൂപയിലധികമുള്ള കരിമണൽ കേരളത്തിൽ നിന്നും കടത്തിയിരിക്കുന്നു. 2019 ശേഷം മാത്രമാണ്, അതിന് മുമ്പുള്ളത് കണക്കിലില്ല. 2019 ശേഷം മാത്രം 10-40,000 കോടി രൂപയിലധികം കടത്തിയിരിക്കുന്നു. അതിന് അപ്പുറത്തേക്ക് ഇവിടുത്തെ രാഷ്ട്രീയ, ഉദ്യോഗസ്ഥ, മാധ്യമ, സമുദായ നേതാക്കൾ അതിൽ നിന്നും പണം കൈപ്പറ്റിയിരിക്കുന്നു. അതാണ് 3-ാം ഘട്ടം. 2-ാം ഘട്ടത്തിൽ നമുക്ക് ED എൻട്രൻസ് ആവശ്യമാണ്. അതാണ് ഇപ്പൊ ED ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി. 3-ാം ഘട്ടത്തിൽ ഇതിന്റെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കാൻ CBI-യും കടന്നു വരേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും അടുത്ത മാസം ജൂൺ മാസത്തോടുകൂടി ഈ കേസിലേക്ക് CBI-യും എത്തും എന്ന് ഒരു പരാതിക്കാരൻ എന്ന നിലയിൽ ഞാൻ വിശ്വസിക്കുന്നു. ഷോൺ ഇതെല്ലാം എണ്ണി പറഞ്ഞിട്ടും ഇപ്പോഴും സഖാക്കന്മാർ ഇതിന് കൊടുക്കുന്ന ഒരു നറേറ്റീവ്, ഒരു ആഖ്യാനം എന്ന് പറയുന്നത് 1,72,00,000 രൂപ അതിലെന്തിരിക്കുന്നു എന്നുള്ളതാണ്. അതിന് GST അടച്ചിട്ടുണ്ട്, അത് അക്കൗണ്ട് വഴിയുള്ള ട്രാൻസ്ഫറാണ്, അതിൽ അവിഹിതമായിട്ട് എന്താണ് സംഭവിച്ചത്, അങ്ങനെ ഒരു നറേറ്റീവാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോഴും 1,72,00,000 കറങ്ങി നിൽക്കുകയാണ്. ഷോൺ നേരത്തെ പറഞ്ഞു, ഷോൺ പല ഡിബേറ്റുകളിലും പറഞ്ഞു 40,000 കോടി രൂപയുടെ ഈ ഖനനം, കടത്തൊക്കെ നടന്നിട്ടുണ്ട് എന്ന് കൃത്യമായി താങ്കൾ പറഞ്ഞെങ്കിലും ഇവർ ഈ 1,72,00,000 അതങ്ങ് ഒതുക്കുകയാണ്. മാത്രമല്ല ഇപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യം SFIO എവിടെ പോയി എന്നുള്ളതാണ്. SFIO എവിടെ പോയി എന്ന് സഖാക്കൾ അറിയാൻ പോകുന്നേ ഉള്ളൂ. SFIO അവരുടെ ജോലികൾ കൃത്യമായി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വന്നിട്ടുള്ള ED-യുടെ എൻട്രൻസ്, ED-യുടെ എൻട്രി എന്ന് പറയുന്ന SFIO നിർദ്ദേശപ്രകാരം തന്നെയാണ് ഇവിടെ ED എൻട്രി ചെയ്തിട്ടുള്ളത്. SFIO-യുടെ നിർദ്ദേശപ്രകാരം തന്നെ 3-ാമത്തെ ഏജൻസി ഇവിടെ വരും. ഇത് ഒരിക്കലും ന്യായീകരിക്കാൻ, ഇപ്പൊ കുറച്ച് ദിവസം കൂടെ ഞാൻ പറയട്ടെ, 5-10 ദിവസം കൂടെ അവർ ന്യായീകരിച്ചോട്ടെ. ഇലക്ഷനൊക്കെ അല്ലേ, ജനങ്ങളുടെ മുമ്പിലും സഹാക്കളുടെ മുമ്പിലും ഞാൻ സഹാക്കളെ കുറ്റം പറയില്ല. കാരണം അവർ വിശ്വസിക്കുന്നു, ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന അഡ്വക്കേറ്റ് അസ്കർ, എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു നല്ല ഇടത് സഹയാത്രികനാണ്. ഇവർക്കൊക്കെ ന്യായീകരിക്കുക എന്ന് പറയുന്ന, ന്യായീകരിക്കാൻ വിധിക്കപ്പെട്ടു പോയി, വേറെ മാർഗമില്ലാത്തത് കൊണ്ടാണ് അവരൊക്കെ ഇവിടെ വരുന്നത്. ഇതിന്റെയൊക്കെ സത്യാവസ്ഥ എല്ലാവർക്കും ബോധ്യമുണ്ട്. ഇവിടുത്തെ പാവപ്പെട്ട സഹാക്കൾക്ക് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഏതോ ഒരു ഇന്റർവ്യൂവിൽ മുഖ്യമന്ത്രിയുടെ മകൾ പറയുന്നത് കേട്ടു, എനിക്ക് എല്ലാവരും പറയുന്നു 100 കോടി രൂപയുടെ ആസ്തിയുണ്ട് എന്ന്, എനിക്ക് ഉണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പൊ ശരിക്കും എനിക്ക് അതിന്റെ പകുതി പോലും ഇല്ല, അതായത് 50 കോടി രൂപ പോലും ഇല്ലാത്തതിന്റെ ഒരു വിഷമം ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ മകൾ പറയുകയാണ്. ഇവിടുത്തെ സഹാക്കൾ മുണ്ട് മുറുക്കി കൊടുത്ത് ഇവിടെ മുദ്രാവാക്യം വിളിച്ച് മഞ്ചച്ചങ്ങല ഉണ്ടാക്കാൻ നടക്കുകയാണ് സഹാക്കൾ. വീടാന്തരം കയറി ഇറങ്ങി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിജയത്തിന് വേണ്ടി രാപകലില്ലാതെ കഷ്ടപ്പെടുന്ന സഹാക്കള് അവിടെ ഒരു വശത്ത് അവരെ വിറ്റ് ഈ മുഖ്യമന്ത്രിയും മകളും കുടുംബവും വെള്ളം കുടിക്കുകയാണെന്ന് അറിയാതെ പോകുന്നു. ഇതിന്റെ കാര്യങ്ങളൊക്കെ പുറത്തു പറയുമ്പോൾ ഈ നമ്മളെക്കാൾ കൂടുതൽ, കേരളത്തിന്റെ പൊതുസമൂഹത്തെക്കാൾ കൂടുതൽ പിണറായി വിജയനെയും കുടുംബത്തെയും വെറുക്കുന്നത് ഇവിടുത്തെ സഖാക്കളായിരിക്കും, ഒരു സംശയം വേണ്ട.